പാർട്ടിയുടെ ഉള്ളിലുള്ളൊരു സമരമുണ്ട്, പാർട്ടിക്കുള്ളിൽ സമരം, പാർട്ടിയുടെ അകത്ത് തന്നെ പിന്തിരിപ്പന്മാരും മുൻതിരിപ്പന്മാരും അവർ തമ്മിലുള്ള സമരമുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൽ തന്നെ പിന്തിരിപ്പന്മാരും മുൻതിരിപ്പന്മാരും ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ വാദപ്രതിവാദവും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടും പറഞ്ഞ് മനസ്സിലാക്കലും ബാക്കിയുള്ളതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പോയിരുന്ന് കാശ് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്ന ഇടപാടുമല്ല. അങ്ങനെ കാണിക്കുന്നവർ കണ്ടേക്കാം. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ആളുകളാണെങ്കിൽ അത് അവർ ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് അത് മനസ്സിലാക്കി അത് ചർച്ച ചെയ്ത് അതിന് വേണ്ടിയ ആളുകൾ അണിനിരത്തുക. നമ്പൂരിയില്ല, നമ്പൂരി പെണ്ണുങ്ങൾക്ക് ഉള്ളവരുടെ എതിരാണ്, പ്രത്യേകിച്ച് എന്നോട്. സ്ത്രീ എന്നുള്ള നിലയിലുണ്ട്, സ്ത്രീ എന്നുള്ള നിലയിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട്, പിന്നോക്ക വിഭാഗക്കാരെന്നുള്ള നിലയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ട്. എല്ലായിടത്തും ജീവിതം തന്നെ ഒരു സമരമാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരന് ജീവിതം സമരമാണ്. ഏത് പ്രശ്നവും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടുള്ള വിധത്തിലുള്ള പ്രവർത്തനം നടത്തണം. അല്ലാതെ പൈസയ്ക്ക് വേണ്ടി രാഷ്ട്രീയം നടത്താൻ പാടില്ല. അതുപോലെ തന്നെ സ്ഥാനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം നടത്താൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും ഓർത്ത് വേണം രാഷ്ട്രീയം നടത്താൻ. രാഷ്ട്രീയം ജനസേവനമാണ്, ജനങ്ങളെ സേവിക്കാനാണ്, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനാണ്.